അനുഗ്രഹവും മനോഹരമായ നല്ലൊരു ദിവസത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5:24. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ വചനത്തെ ഏൽപ്പിച്ച് സമർപ്പിക്കുന്നു. വചനത്തിൽ നിന്ന് സംസാരിക്കാനൊരു കൃപയെ ഞാൻ ചോദിക്കുന്നു. ദൈവസാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 5:24 പറയുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അപ്പം ഒന്നാമത്തെ വിഷയം, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. വാക്യം, അതായത് ഉൽപ്പത്തി പുസ്തകം 5:22 വരികയാണെങ്കിൽ, മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുക മാത്രമല്ല, അവൻ പുത്രിമാരെ ജനിപ്പിക്കുകയും ചെയ്തു. അതായത് അവനൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം ഉണ്ടായിരിക്കെ തന്നെ അവൻ ദൈവത്തോടു കൂടെ നടക്കുവാൻ ഇടയായി. അതായത് ഹാനോക്ക് അവൻ ദൈവവചനത്തിലും വാഗ്ദത്തങ്ങളും വിശ്വസിച്ചു. ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് ഹാനോക്ക് ജീവിച്ചത്. എബ്രായർ 11:5-6 വാക്യങ്ങൾ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നും അവൻ എഴുതപ്പെട്ടിരിക്കുന്നു, മുമ്പേ സാക്ഷ്യവും പ്രാപിച്ചു. അതായത് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്നും അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ എടുക്കപ്പെടുന്നതിന് മുമ്പേ, അതായത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടുവന്നാണ് ദൈവവചനം പറയുന്നില്ലേ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനെ കാണാതെ. ഇവിടെ പറയുന്നു, അവനെ എടുക്കുന്നതിന് മുമ്പേ അവൻ സാക്ഷ്യം പ്രാപിച്ചു. ഇവിടെ ചിലരൊക്കെ പറയും, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലതൊന്നും പറയത്തില്ല, എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ അയാൾ ആ വ്യക്തി നല്ല വ്യക്തിയായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ. എന്നാൽ അങ്ങനെയല്ല ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ അവൻ നല്ലൊരു സാക്ഷ്യം പ്രാപിച്ചൊരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. ഇവിടെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന്. അപ്പം പഴയ നിയമത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആദ്യമേ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആദമിനെ ഹവ്വയെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം വെയിലാറുന്ന സമയത്ത് യഹോവയായ ദൈവം അവരുടെ നടുവിൽ നടക്കുമായിരുന്നു. അവരുടെ രണ്ടുപേരുടെ കരം പിടിച്ച് നടന്നിരുന്നു, അല്ലേ. ദൈവം അവരുടെ ഇടയിൽ ഇറങ്ങി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആദം ഹവ്വയെ പാപം ചെയ്തത് മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയി, അല്ലേ. ഇവിടെ പറയുന്നു, ഹാനോക്കിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നാണ്, അല്ലേ. ഇപ്പം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നും ഒക്കെയാണ് വിളിക്കുവാൻ അവർക്ക് അധികാരം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പിന്നെ യഹോവ റാഫ, യഹോവ ഈരെ, യഹോവ ഷമ്മ, യഹോവ ശാലോം, യഹോവ എൻ്റെ ജയക്കൊടി, ഇങ്ങനെയുള്ള ഓരോരോ വാക്കുകളായിട്ടാണ് പഴയ നിയമത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ മോശയ്ക്ക് പോലും, മോശയെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയ നിന്റെ കാലിലെ ചെരുപ്പൂരി കളയുക എന്ന്. അപ്പം നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചത്, ഞാനാകുന്നു എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. ദൈവമക്കളെ, അന്ന് അപ്പാ പിതാവേന്ന് വിളിക്കുവാൻ പോലും അധികാരമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അന്ന് പരിശുദ്ധാത്മാവിനെ പോലും ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ലായിരുന്നില്ലേ അന്നത്തെ കാലത്ത്. ആ കാലഘട്ടത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നുവെങ്കിൽ, ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നാം ഓരോരുത്തരെയും ദൈവം അപ്പാ പിതാവേന്ന് വിളിക്കുവാൻ അവകാശം തന്ന നാം ഓരോരുത്തർക്കും. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നുവെങ്കിൽ, ഇന്ന് ദൈവമക്കളെ നാം ഓരോരുത്തർക്കും അതിനേക്കാൾ ഉപരി ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയും. അഥവാ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവ വഴികളിൽ നടക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടി ഇരിക്കുന്നു. വാക്യം എബ്രായർ
എബ്രായർ 11:5-6. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം എടുത്തുകൊണ്ടതിനെ കാണാതെ അവൻ ദൈവത്തെ പ്രസാദിച്ചുവെന്നും എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശുദ്ധ ജീവിതം നയിക്കുവാൻ, അതായത് ഹാനോക്കിന് ഏറ്റവും കൂടുതലും വിശുദ്ധ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനായിരിപ്പിനെന്ന് ദൈവവചനം പറഞ്ഞു. ഇവിടെ ഹാനോക്ക് വിശുദ്ധമായൊരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 1 യോഹന്നാൻ 1:5-7 വരെയുള്ള വാക്യം, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞാൻ അവനോടുകൂടെ നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോടുകൂടെ കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്ത നാം ഭോഷ്ക് പറയുന്നു. ചില ദൈവമക്കളുണ്ട്, ദൈവത്തോടുകൂടെ നടക്കുന്നു എന്ന് പറയുകയും ഞാൻ വളരെ ഭക്തിയാണ്, ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യക്തിയാണ്, ഞാൻ വലിയ ആത്മീയത ഉള്ളതാണ് എന്ന് പറയുകയും, എന്ന് വെച്ചാൽ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും, പിന്നെ എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവർ ഇരുട്ടിലാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഭോഷ്ക് പറയുകയെന്നും സത്യം അവർ പ്രവർത്തിക്കുന്നതുമില്ല. ഭോഷ്ക് പറയുന്നവരെ ദൈവം വെറുക്കുന്നു. അവൻ 7-ാമത്തെ വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവൻ്റെ പുത്രനായ യേശു നാം വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ അവൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമാണ്. ആ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ, അതായത് കർത്താവും നമുക്കും തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹാനോക്കിൻ്റെ തലമുറയിൽ ദൈവഭക്തിയില്ലായ്മയ്ക്കെതിരെ നിന്നുകൊണ്ട് യൂദ 14-15 വാക്യം, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ചിതാ, കർത്താവ് ഏവരെ വിധിപ്പാനും അവൻ ഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. അന്ന് ഹാനോക്ക് ദൈവവഴികളെ മുറുകെ പിടിച്ചു, അല്ലേ? ദൈവത്തിന്റെ വഴികളെയാണ് അവൻ മുറുകെ പിടിച്ചത്. അവൻ വേറെ ഒന്നും അവൻ മുറുകെ പിടിച്ചില്ല. ദൈവത്തിന്റെ വഴികളെ ഹാനോക്ക് മുറുകെ പിടിച്ചു. തൻ്റെ തലമുറയിൽ അനീതിയും പാവവും നിറഞ്ഞ ജീവിത രീതികളെ തള്ളിപ്പറഞ്ഞ് നീതി പ്രസംഗിയായ ഹാനോക്ക് സ്ത്രീ പുരുഷന്മാരെ അവിടെ അധർമ്മ പ്രവൃത്തികൾ നിമിത്തം ശിക്ഷിക്കുവാൻ ദൈവം ന്യായവിധിക്കായി ഇറങ്ങി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ദൈവഭക്തിയില്ലായ്മയ്ക്കും അധർമ്മങ്ങൾക്കെതിരായി അവൻ അധർമ്മികൾക്കുമെതിരായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യൂദ 14-15 വാക്യം നമ്മോട് പറയുന്നു, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ, അവൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരൊക്കെ ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. എബ്രായർ 1:5-6 വരെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനെ കാണാതെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്നും അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചുവെന്നും നമുക്ക് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹാനോക്കിന്റെ ജീവിത സന്ദേശം, ദൈവത്തോടുള്ള അവന്റെ അടുപ്പം, സ്നേഹം എന്നിവ ദൈവത്തെ ഏറെ പ്രസാദിപ്പിച്ചതിനാൽ ഭൂമിയിൽ നിന്ന് മരണം കൂടാതെ അവനെ എടുത്തു. ദൈവസാന്നിധ്യത്തിൽ എപ്പോഴും എല്ലാ കാലത്തും ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അവനെ സഹായിച്ചു. ഇന്നത്തെ വിശ്വാസികൾ ദൈവഭക്തി ഇല്ലാത്ത ദുഷ്ടതലമുറയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഹാനോക്കിന്റെ ജീവിതം തന്നെ മാതൃകയായി ജീവിക്കേണ്ടതാണ്. ദൈവമക്കളെ, നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ വാസ്തവമായി ദൈവത്തോടു കൂടെ നടക്കുന്നുവോ? യഥാർത്ഥമായും വിശുദ്ധ ജീവിതം നയിക്കുന്നുവോ? നിങ്ങൾ പാപത്തെ വെറുക്കുകയും വരുവാനുള്ള പാപത്തെ നിങ്ങൾ വെറുക്കുന്നുണ്ടോ? ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ മുന്നറിയിപ്പ് നൽകുകയും നിങ്ങൾ മറ്റുള്ളവരുടെ ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ മുന്നറിയിപ്പ് നിങ്ങൾ നൽകുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 3:19-20. ആകയാൽ നിങ്ങൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളി.
എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലം വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇവിടെ ഭൂമിയിൽ നിന്ന് എന്നേക്കും തന്നോട് കൂടി ഇരിക്കുന്ന നമ്മെ ഭൂമിയിൽ നിന്ന് ചേർത്ത് കൊള്ളുവാൻ വരുന്ന യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവനെ നാം കാത്തിരിക്കുന്നുവോ? ഇവിടെ ദൈവമക്കളെ, പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നേക്കുമായി തന്നോട് കൂടെ ഇരിക്കുവാനായി നമ്മെ ഭൂമിയിൽ നിന്നും ചേർത്ത് കൊള്ളുവാൻ വരുന്ന യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ നാം ദൈവമക്കളെ ഒരുങ്ങി കാത്തിരിക്കുന്നുവോ? 1 തെസ്സലോനിക്കർ 4:16-17 വായിക്കാം. കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനോട് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. 18-ാമത്തെ വാക്യം, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. നാം ഇവിടെ പറഞ്ഞപ്പെട്ട വിഷയം ഹാനോക്കിനെ കുറിച്ചാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവമക്കളെ, ഹാനോക്കിന്റെ ജീവിതത്തിലെ 3 കാര്യങ്ങളാണ്. ഒന്നാമത് അവൻ ദൈവത്തോടുകൂടെ നടന്നു. രണ്ടാമത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 3 പാപികൾക്കെതിരെ അവൻ പ്രവചിച്ചു. ഇല്ലേ? ആ പഴയ നിയമ കാലഘട്ടത്തിൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നുവെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തർക്കും എത്രയധികം ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുവാൻ കഴിയും. നമ്മൾ അതിനായും നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ വചനങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ആമേൻ.